ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ സാന്ത്വനം 2-ൻ്റെ നാളെ വരാനിരിക്കുന്ന പുതിയൊരു വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ അനുവിൻ്റെയും അലോകിൻ്റെയും പുതിയ തന്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് വരുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചോളൂ. കാരണം നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടണ്ടേ, നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇന്ന് കണ്ടു നിർത്തുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ അലോക് നമ്മുടെ അനുശ്രീനെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള പദ്ധതികളൊക്കെയാണ് ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വല്യമ്മ എടുത്ത് തരണ്ട, അനുവിനെ വിളിക്കുക, അവൾ എടുത്ത് തരുമെന്നൊക്കെ പറഞ്ഞ് അനുവിനെ നമ്മളെ മുത്തശ്ശിയും അതുപോലെ തന്നെ രാജശ്രീയൊക്കെ വന്നിട്ട് അനു എന്ന ഭാര്യയെ വിളമ്പി തരട്ടെ എന്നുള്ള രീതിയിൽ അവരൊക്കെ അലോകിനെ ഒന്ന് കളിയാക്കിയിട്ട് അനുവിനെ വിളിച്ച് ആക്കിയാണ്. അങ്ങനെ ആ ഒരു സീനാണ് ഇന്ന് കണ്ട് നിർത്തുന്നത്. അപ്പം നാളെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് അനു ചോദിക്കുന്നുണ്ട്, അതെ എനിക്കിട്ട് പണി തരാനുള്ള പല പദ്ധതിയാണോ? അപ്പോൾ അലോക് പറഞ്ഞു, പിന്നെ അല്ലാണ്ട് തിന്നും കുടിച്ചു അങ്ങനെ കയറി ഇരുന്നാലേടി പുത്തം പിടിക്കും, നീ ഇച്ചിരി അനങ്ങി അങ്ങോട്ട് പണി ചെയ്യുമെന്ന് പറയും. അപ്പോഴേക്കും അനു മിണ്ടുന്നില്ല. അനു ഒന്നും മിണ്ടാണ്ട് ദേഷ്യത്തോടെ ഇങ്ങനെ അലോകിനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം അനു അതിൽ നിന്ന് ഇഡ്ഡലി എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് 2 ഇഡ്ഡലി എടുത്ത് കൊടുക്കുകയാണ്. ഇതെന്ത് പാത്രമോടി, ഇതെന്താടി നീ എനിക്ക് തന്നേക്കണേ? അതെ ചൂടൊന്നുമില്ല, നീ പോയി അകത്ത് അടുക്കളയിൽ നിന്ന് നല്ല ഇഡ്ഡലി എടുത്തുകൊണ്ട് വന്നേ, അലോക് സ്പെഷ്യൽ ഇഡ്ഡലിയൊക്കെ എടുത്തുകൊണ്ട് വന്നേന്ന് പറയാം. അങ്ങനെ അനു ചെന്നിട്ട് പറയും, അതെ ഇത് ഞാൻ കഴിച്ച ഇഡ്ഡലിയാണ്, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ പറയണ കേട്ടാൽ മതി, നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ടെന്ന് അലോക് പറയും. അങ്ങനെ അനു അടുക്കളയിൽ ചെന്ന് വേറെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇഡ്ഡലിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ്. ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എന്നിട്ട് കൊണ്ടുവന്ന് അലോകിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണ്. ആ സമയം അലോക് പറയും, ഇതെന്ത് പാത്രമാടി, നിൻ്റെ ഗോമതി സ്റ്റോഴ്സിൽ ബാലൻ്റെ വീട്ടിലായിരിക്കും ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ കഴിക്കണത്. ഇതേ കൃഷ്ണമംഗലം വീടാണ്, ഇവിടെ അലോക് സ്പെഷ്യൽ പാത്രമുണ്ട്, നീ പോയി അതെടുത്തോണ്ട് വാ. ഒരു ആജ്ഞാപിക്കും കണക്കാണ് അലോകിൻ്റെ ഓരോ വാക്കുകൾ കേട്ടോ. അനുവിനാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്, പിടിച്ച് നിൽക്കണതിനൊരു പരിധിയുണ്ട്. ഉണ്ട് അനു ചെന്ന് പിന്നെ പാത്രം എടുത്തുകൊണ്ട് വരണം. ഒരു പ്രത്യേക തരത്തിലുള്ള പാത്രമാണ് അത്, അലോക് സ്പെഷ്യൽ പാത്രം എന്നാണ് അലോക് പറയണത്. അങ്ങനെ അതിൽ 2 ഇഡ്ഡലി വെച്ച് കൊടുത്തു. അപ്പോഴേക്കും അലോകും അവളുടെ അനുവിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിക്കും, അല്ല നിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണോ, 1 ഇഡ്ഡലി 2 ഇഡ്ഡലി അങ്ങനെയൊക്കെയാണോ നിൻ്റെ വീട്ടിൽ? എനിക്ക് ഒരു 6-7 ഇഡ്ഡലി അങ്ങോട്ട് വെക്കാൻ പറയും. അങ്ങനെ അനു ഒരു 4-5 ഇഡ്ഡലിയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ചമ്മന്തി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി അനു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ചമ്മന്തിയോ, പോയി സാമ്പാർ എടുത്തുകൊണ്ട് വാടിയെന്നും പറഞ്ഞ അലോക അടുത്ത ആജ്ഞാപം. അങ്ങനെ ആജ്ഞാപിച്ചനുസരിച്ച് അനു ചെന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചെന്ന് സാമ്പാർ എടുത്തുകൊണ്ട് വരികയാണ്. ഒടുക്കലത്തെ ഒരു സാമ്പാർ എന്നൊക്കെ പറഞ്ഞിട്ട് അനു കിടന്നിങ്ങനെ മുറുമുറുപ്പ് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ സാമ്പാർ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് ഒരു 2 തവി സാമ്പാർ ഒഴിച്ചു കൊടുക്കുകയാണ്. അതെ നിൻ്റെ അച്ഛൻ്റെ കടയിൽ നിന്ന് പലചരക്ക് കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ചീഞ്ഞ വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ മുരിങ്ങക്കോലും ഇട്ടുള്ള സാമ്പാറല്ല, ഇത് നല്ല പൈസ കൊടുത്ത് മേടിച്ച നല്ല 1-ാം തരം പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ സാമ്പാറാണ്. അങ്ങോട്ട് വിളമ്പടി എന്ന് പറയും, ഒഴിക്കടി ഒഴിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആട്ടവും കുലുക്കമൊക്കെ കുലുങ്ങിക്കൊണ്ട് അലോകം അങ്ങോട്ട് ആജ്ഞാപിക്കുകയാണ്. അപ്പോൾ വീണ്ടും 2 തവിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. പോരാ ഇനിയും ഒഴിക്കടി, എനിക്ക് സാമ്പാറിൽ കുഴച്ച് ഇഡ്ഡലി അങ്ങോട്ട് തിന്നണോടി എന്നും പറഞ്ഞ് ഒഴിക്കടി ഒഴിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് ഒരു ആക്ഷനൊക്കെ ഇട്ട് ഒരു ട്യൂണൊക്കെ ഇട്ടാണ് ഇത് പറയണത് കേട്ടോ. അനുവിന് അങ്ങോട്ട് ദേഷ്യം വരണം. ആനും അങ്ങോട്ട് ദേഹത്തേക്ക് ഒഴിച്ചെടുക്കും. നീ എന്താടി കാണിച്ചത്, എൻ്റെ ആണോടി നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞ് അലോക് ഒച്ചയെടുത്തു കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അനുവിനെ കുറേ അതും ഇതും ഒക്കെ പറയുന്നുണ്ട്. അലോകിനെ നമ്മുടെ ബാലനെ പറയുന്നുണ്ട്, അതെ നിൻ്റെ ആ ദേവമംഗലം കുടുംബത്തിനെ പോലെ നക്കാപ്പിച്ച കുടുംബക്കാരല്ല ഞങ്ങൾ കോടീശ്വര്. അതെ ഇവിടെ നിൽക്കണമെങ്കിൽ അതൊക്കെ അനുസരിച്ച് അന്തസ്സും ഇതൊക്കെ വേണോടി എന്നൊക്കെ പറയുന്നുണ്ട്. അനു കുറേയൊക്കെ മറുപടി തിരിച്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അലോക് പറയണ, അതെ നിൻ്റെ വീട്ടിൽ ദേവമംഗലത്ത് നിൻ്റെ അച്ഛൻ ബാലൻ അവിടുത്തെ രാജാവായിരിക്കും, നിൻ്റെ ആനന്ദും ആകാശും ജീവനൊക്കെ അവിടുത്തെ രാജകുമാരന്മാരായിരിക്കും, ഇവിടുത്തെ രാജാവ് ഞാനാടി എന്ന് പറഞ്ഞിട്ട് അലോക് വലിയ ഷോ ഇറക്കിയാണ് കേട്ടോ. അനുവിനാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വന്നില്ല. കുറേ നേരമായി തൻ്റെ വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യണത്. ഒരു പരിധിയുണ്ട് പിടിച്ച് നിൽക്കണതിന്. അവസാനം അനുവിന് ദേഷ്യം വരണം. അനു നേരെ എന്ത് ചെയ്യുമെന്നറിയാമോ, ആ സാമ്പാർ മൊത്തത്തിൽ, അതായത് അലോക് സാമ്പാർ ആദ്യം ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നപ്പോൾ അത് പോരാ, അടുക്കളയിൽ മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പാറാണ് അനുവിനെ കൊണ്ട് എടുത്തുകൊണ്ട് വന്ന് ടേബിളിൻ്റെ പുറത്ത് വെച്ചേക്കണം, ആ ഉണ്ടാക്കിയ പാത്രത്തെ പടി. അപ്പോൾ ആ സാമ്പാർ മൊത്തമാണ് അവിടെ ഇരുന്നത് കേട്ടോ. അനുവിന് ദേഷ്യം വന്നിട്ട് അനു
നേരെ എന്ത് ചെയ്യുമെന്നറിയാവോ, ഈ സാമ്പാർ മൊത്തത്തിൽ ആ പാത്രത്തെ പടിയെടുത്ത് തല വഴി അങ്ങ് ഒഴിച്ചു കൊടുക്കും. അയ്യോ എൻ്റെ ദേഹം പൊള്ളിയേ, എൻ്റെ കണ്ണ് നീറണേ, അമ്മേ അച്ഛാ മുത്തശ്ശി ഓടി വായോ എന്ന് പറഞ്ഞുകൊണ്ട് അലോക് കിടന്ന് ഒരേ നിലവിളിയാണ് കേട്ടോ. കാരണം ഇച്ചിരി ചൂടനെ കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് ഇച്ചിരി ചൂടോട് കൂടി തന്നെ അനു ഈ സാമ്പാർ കൊണ്ടുവന്നത്. ആ ചൂടും പിന്നെ സാമ്പാറിന് അതിൻ്റേതായ എരിവുണ്ടാവൂലേ, ആ എരിവെല്ലാം കൂടെ അങ്ങോട്ട് കണ്ണിലും ദേഹത്തും മൊത്തത്തിലായി. അലോക് അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. സാമ്പാറിൽ കുളിച്ച് മുരിങ്ങക്കോലും വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ ദേഹത്തിൽ നിന്ന് പിറക്കിയെടുക്കാൻ പാകത്തിന് നിൽക്കുകയാണ്. അമ്മേ ഓടിവായോ അമ്മേ, എൻ്റെ കണ്ണ് നീറണേ എന്നും പറഞ്ഞുകൊണ്ട് അലോക് ഒരേ വിളിയാണ്. അങ്ങനെ ഈ നിലവിളി കേട്ടിട്ട് അച്യുതനും രാജശ്രീയും അതുപോലെ നന്ദിനിയും അനന്തനും മുത്തശ്ശിയും ഒക്കെ ഓടി വരണം. വന്നപ്പോൾ ഒരു സാമ്പാർ അലോക് അവിടെ നിൽക്കും പോലെ ഇടിവെട്ടി എനിക്ക് നമ്മുടെ അലോക് അവിടെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ അച്യുതൻ ചോദിച്ചു, അല്ല ഇതെന്താണ്, സാമ്പാറിൻ്റെ അകത്ത് നീ വീണോ അതോ സാമ്പാറിൻ്റെ അകത്തോട്ട് സാമ്പാർ നിൻ്റെ പുറത്തോട്ട് വീണയാണോ എന്നൊക്കെ പറഞ്ഞ് അച്യുതൻ കളിയാക്കിയാണ്. അപ്പോഴേക്കും രാജശ്രീ ചോദിച്ചു, ഇതെന്താ ഇവിടെ നിങ്ങൾ തമ്മിൽ ഇതെന്താണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ആണല്ലോ, ഇതെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അച്യുതൻ എന്തെന്ന് ചെയ്യുമെന്ന് വെച്ചാൽ അച്യുതൻ നേരെ അലോകിൻ്റെ ദേഹത്തു നിന്ന് ഒരു മുരിങ്ങക്കായ എടുക്കേണ്ടത്. എന്നിട്ട് അച്യുതൻ കളിയാക്കി കൊണ്ടുവരേ, ഇത് മുരിങ്ങക്കായ ഇട്ട് വെച്ച സാമ്പാറാടാ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛാതെ എൻ്റെ വായിരിക്കണം കേൾക്കണ്ട, എനിക്കിവിടെ കണ്ണെരിഞ്ഞിട്ട് പാടില്ല, എൻ്റെ ദേഹം മൊത്തം പുകയാ, ഞാൻ എന്നെ ചെയ്യണേ, എനിക്ക് അമ്മ നീറാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാജശ്രീ പറഞ്ഞു, നീ നേരെ പോയി കുളിക്കുക, ഇനിയിപ്പോൾ അല്ലാണ്ട് എന്നാ ചെയ്യണേ. അപ്പോൾ അച്യുതൻ ചോദിക്കും, അല്ല ഇതെന്നെ ഇവിടെ സംഭവിച്ചത്, ഇതെങ്ങനെ നിൻ്റെ ദേഹത്ത് വീണേ. അപ്പം മുത്തശ്ശി ചോദിക്കും, അല്ല അനുമോളെ ഇതെന്താ സംഭവിച്ചത്. അപ്പോൾ അനുവിൻ്റെ മുഖമൊക്കെ കരയും പോലെ ഇരിക്കുകയാണ്. അപ്പോഴേക്ക് അലോക് പറയുന്നുണ്ട്, അത് അലോകിന് പറയാൻ പറ്റുമോ, അനു നേരിട്ട് എൻ്റെ ദേഹത്ത് ഒഴിച്ചായിരുന്നെങ്കിൽ പിന്നെ എല്ലാ കള്ളത്തരവും വെളിച്ചത്താവൂലേ. അങ്ങനെ അലോക് പറയുന്നുണ്ട്, അത് അനു ഇങ്ങനെ സാമ്പാറോട്ട് കൊണ്ടുവന്നപ്പോൾ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അവളെ കാല് തട്ടി എൻ്റെ ദേഹത്തോട്ട് അങ്ങ് വീണ് പോയെന്ന് പറയണു. അപ്പം നമ്മുടെ രാജശ്രീ നന്ദിനിയും കൂടെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കും കേട്ടോ. അതെ, കല്യാണം കഴിഞ്ഞ പുതുമോടിയൊക്കെ കൊള്ളാം, അതെ ഇത് എന്ത് കാട്ടായമാണ് നിങ്ങൾ രണ്ടും കൂടെ കാണിക്കുന്നത്, നീ പോയി കുളിച്ചേന്ന് പറഞ്ഞുകൊണ്ട് അലോകിനെ ബാത്റൂമിലോട്ട് കയറ്റി വിട്ടിരുന്നു. അലോകാണെങ്കിൽ സാമ്പാറിൽ ഇങ്ങനെ സ്ലിപ്പായി വീഴാണ്ടിരിക്കാൻ വേണ്ടി കാലൊക്കെ കൊണ്ട് ഇങ്ങനെ വഴുതി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നത്. അങ്ങനെ ഒടുവിൽ എങ്ങനെയൊക്കെയോ ബാത്റൂമിനകത്തോട്ട് അലോകിനെ കൊണ്ട് കയറ്റിയാണ്. എൻ്റെ ടവൽ എടുത്ത് താട്ടേ എന്നും പറഞ്ഞുകൊണ്ട് അലോക് കിടന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് അനു കൊണ്ടുവന്ന് ടവൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മുടെ രാജശ്രീ അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ വൃത്തിയാക്കിയട്ടെ, ഇവിടെ സാമ്പാർ മൊത്തം നിലത്ത് ചാടിയിട്ടുണ്ടല്ലോ, വേണ്ടമ്മേ ഞാൻ വൃത്തിയാക്കിക്കോളാമെന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയും, അവൾ വൃത്തിയാക്കാന്നല്ലേ പറഞ്ഞ രാജശ്രീ, നീ മാറി കൊടുക്കുക, അവൾ വൃത്തിയാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനു അവിടെയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ആക്കിയാണ്. എന്നിട്ട് നേരെ റൂമിലോട്ട് ചെല്ലണം കേട്ടോ. അപ്പോഴേക്ക് അലോകിനാണെങ്കിൽ പുകഞ്ഞിട്ട് പാടില്ല. അലോക് ഷവർ തുറന്ന് വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ചൂടൻ സാമ്പാറും ആയിരുന്നു, പിന്നെ എരിവും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പൊള്ളലും പുകച്ചിലും ഒക്കെ ആയിട്ട് അലോക് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വീർപ്പ് മുട്ട. ഈ സമയം അലോക് പറഞ്ഞു, എടി ഒരുമ്പെട്ടവളെ, നിനക്കിട്ട് ഞാൻ പണി തരണുണ്ട്, നീ എൻ്റെ തലവഴി സാമ്പാർ ഒഴിച്ചല്ലേന്ന്. അതെ, നിങ്ങൾക്ക് ഇപ്പം ദേഹം പൊള്ളുന്നുണ്ടോ, എൻ്റെ അച്ഛനെയും അമ്മയും ചേട്ടന്മാരെയും ചേട്ടത്തിമാരെയും പറയുമ്പോഴേ ഇതുപോലെ എൻ്റെ ഉള്ളും കിടന്ന് പൊള്ളിക്കൊണ്ടിരുന്നത്, വാക്കുകൾ നോക്കി ഉപയോഗിച്ചോണം എന്ന് പറഞ്ഞുകൊണ്ട് അനു തിരിച്ച് അലോകിനിട്ട് വെല്ലുവിളിക്കാൻ കേട്ടോ. ഇനി മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞാൻ ഇതല്ല ഇതിൻ്റെ അപ്പുറവും കാണിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അനു തിരിച്ച് അലോകിൻ്റെ നേരെ ഫയർ ചെയ്യണം കേട്ടോ. അലോക് പറഞ്ഞു, നീ ചെവിയിൽ എണ്ണിക്കൊടി, നിനക്ക് ഇതിന് ഞാൻ പകരം വീട്ടിയില്ലെങ്കിൽ നീ എൻ്റെ പേര് മാറ്റി ഇട്ടോടിയെന്നും പറഞ്ഞുകൊണ്ട്, അയ്യോ നീറിയിട്ട് പാടില്ലേ പുകയണേ എന്നും പറഞ്ഞുകൊണ്ട് അലോക് ബാത്റൂമിൽ നിന്ന് വീണ്ടും നിലവിളിക്കുക കേട്ടോ. എന്തായാലും അനുവിന് കുറച്ച് ആശ്വാസമായി. കാരണം എന്ന് വെച്ചാൽ ചില്ലറ പണിയൊന്നുമില്ല. കുറേ നേരെ രാവിലെ അച്ഛൻ നിൽക്കവേ എന്നെ അച്ഛൻ്റെ മുമ്പിൽ അച്ഛന് വിഷമം വരാൻ വേണ്ടിയിട്ട് അലോക് ഇച്ചിരി ഡയലോഗ് ഇറക്കി. അപ്പം തൊട്ട് നോക്കി വെച്ചേക്കണേ. പിന്നെയാണ് ഈ സംഭവങ്ങളും ഈ ഒരു തരം കുത്തുവാക്ക് വർത്താനങ്ങൾ, അതുകൊണ്ട് ഗതി കെട്ടെടുത്ത് ഒഴിച്ചതായിരുന്നു കേട്ടോ നമ്മുടെ അനു. അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ നിൽക്കണം. ഇതേ സമയം നമ്മുടെ ദേവമംഗലം കാണിക്കാൻ കേട്ടോ. നമ്മുടെ ഗോമതി ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. ഗോമതിക്ക് ആരോടും മിണ്ടാനോ പുറത്തിറങ്ങാനോ, കാരണം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃഷ്ണമംഗലം അവിടെ അനു ഉണ്ട്, ആ ഒരു ബുദ്ധിമുട്ടും വല്ലായ്മയൊക്കെ ഗോമതിയെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ബാലൻ്റെ അവസ്ഥയും സെയിം തന്നെയാണ്. കടയിൽ ചെന്നിരുന്ന ഓരോ വരുന്ന കസ്റ്റമേഴ്സും മോളുടെ കല്യാണം മുടങ്ങിയല്ലേ, എന്നാലും ആ അലോകിനെ പോലെയുള്ള ഒരു വൃത്തികെട്ടവൻ്റെ കൂടെ തന്നെയല്ല മോൾ ഇറങ്ങിപ്പോയി. അങ്ങനെ ഓരോരുത്തരുടെ ചോദ്യത്തിനും മറുപടി പറഞ്ഞ ബാലനും മുഷിഞ്ഞു.
കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഗോമതി ഇങ്ങനെ ഇരുന്നപ്പോൾ ഗോമതി വിചാരിച്ചു, ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കാം, ഞാൻ എന്തായാലും ഒന്നും ഗോമതി സ്റ്റോഴ്സിൽ പോയിരിക്കുക, കുറച്ച് നേരം അവിടെയെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ ഗോമതി നേരെ ഗോമതി സ്റ്റോഴ്സിൽ പോവാണ്. അവിടെ ചെന്നപ്പോഴോ ഇതിനേക്കാൾ അപ്പുറമാണ്. ഗോമതിയെ കാണുമ്പോൾ ഓരോരുത്തർ കൂടുതൽ നേരം അങ്ങോട്ട് വർത്തമാനം പറയും. പെണ്ണുങ്ങളൊക്കെ ആയിട്ടുള്ളവർ, ലേഡീസൊക്കെ കസ്റ്റമർ വരികയാണെങ്കിൽ പിന്നെ അടുത്തുനിന്ന് പോവില്ല. ഗോമതി മറുപടി പറഞ്ഞ് ഗോമതിക്ക് അവസാനം ഭ്രാന്ത് പിടിക്കാൻ കേട്ടോ. അവസാനം ഗോമതി ബാലൻ്റെ അടുത്ത് പറഞ്ഞു, ബാലേട്ടാ, വീട്ടിൽ ഇരുന്നിട്ടൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇവിടെ അതിനേക്കാൾ സമാധാനക്കേടാ, ഞാൻ വീട്ടിൽ തന്നെ പൊക്കോളാം, ഒരു സമാധാനവും ഇല്ല ബാലേട്ടാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. ബാലൻ പറഞ്ഞു, സാരമില്ല പോട്ടെ, ഇതൊക്കെ കേൾക്കാൻ വിധിച്ചവരാണ് നമ്മൾ അച്ഛനും അമ്മയും, നമുക്കുള്ള വിധിയാണ് എന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഗോമതിയെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം നമ്മുടെ അലോകും കൂടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അനു അടുത്ത അലോകിനിട്ട് എന്ത് തന്ത്രമാണ് കൊടുക്കേണ്ടത് എന്നുള്ള ചിന്തയിലാണ് അനു നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ മീനാക്ഷി നമ്മുടെ സുകന്യേനെ വരച്ച വരയിൽ നിർത്തണുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇനി ദേവമംഗലത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേരെ ഒരു ചെറുവിരലെങ്കിലും സുകന്യ ഉയർത്തുകയാണെങ്കിൽ അന്നത്തോടുകൂടി സുകന്യയുടെ ദേവമംഗലത്തുള്ള പൊറുതിയും അതുപോലെ ധർമ്മൻ്റെ കൂടെയുള്ള ജീവിതവും അന്നുകൊണ്ട് കീറുകയാണ്. കാരണം എന്ന് വെച്ചാൽ മീനാക്ഷി മിത്രയും അത് കട്ടായം തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനി അനുവിന് ഇങ്ങനെ ഒരു ജീവിതം അറിഞ്ഞുകൊണ്ട് അതിലോട്ട് തള്ളിവിട്ടത് ഈ സുകന്യ ഒരാൾ തന്നെയാണ്. ഒരു പക്ഷേ തലേ ദിവസം അലോകിനെ കാണാൻ പോകാണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അനുവിൻ്റെ വിവാഹം ശരിക്കും ജീവനും ഒത്തു നടന്നു പോയേനെ. അപ്പോൾ എന്തായാലും ഈ ഒരു ദുരന്തം ഈ കുടുംബത്തിന് വരുത്തി വെച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സുകന്യ തന്നെയാണ്. അപ്പോൾ ആ ഒരു ദേഷ്യവും ആ ഒരു ഇതെല്ലാം സുകന്യയോട് കാണിച്ച് സുകന്യയ്ക്ക് 8ൻ്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആനന്ദും ദേവിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആനന്ദിന് ഒട്ടും തന്നെ പറ്റുന്നില്ല. ഒരു വശത്ത് സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് തൻ്റെ അലോകിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ ദേഷ്യം, മറുവശത്ത് വിവാഹത്തോടു കൂടി ദേവിയെ കൊണ്ടുവന്ന് വീട്ടിലാക്കാനുള്ള തീരുമാനങ്ങളും അതൊക്കെയായിട്ട് ആനന്ദിനും ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സാന്ത്വനം 2 ഇനി ഏതൊക്കെ രീതിയിലാണ് പോകുന്നതെന്നും നമ്മുടെ അലോകിനിട്ട് ഇനി എന്തൊക്കെ പണിയാണ് കൊടുക്കുന്നതെന്നും അനു ഇനി ചെയ്ത ഓരോ കാര്യങ്ങളും കൃഷ്ണമംഗലം കുടുംബത്തിൻ്റെ 8ൻ്റെ പണി കിട്ടുന്ന പണികളാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് സാന്ത്വനം 2ൻ്റെ പ്രൊമോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.